ഈശോ അണയും പാവന നിമിഷമിതാ തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ. അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സ്വർഗത്തെ നമുക്ക് കാണാം. നാം ലക്ഷ്യമിടുന്ന സ്വർഗം ഈശോ തന്നെയാണ്. ആ സ്വർഗമാണ് ഈ അൾത്താരയിൽ നമ്മുടെ ജീവിതമെല്ലാം സ്വർഗമാക്കുവാൻ, അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളിയിരിക്കുന്നത്. ഈശോയൊന്ന് നോക്കി, കണ്ണുകൾ തുറന്ന് കണ്ട് ഈശോയെ ആരാധിക്കുമ്പോൾ, ഈ ആരാധനയുടെ സമയത്ത് കർത്താവ് സൗഖ്യം നൽകും, വിടുതൽ നൽകും. നമ്മുടെ വ്യക്തി കുടുംബ തലമുറകളിലുള്ള തിന്മയുടെ കെട്ടുകൾ അഴിയും. ഇപ്പോ ഈശോയിലേക്ക് നോക്കുക. എല്ലാ മക്കളും അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയേക്ക് നോക്കുക. ഈശോയുടെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടായിരുന്നുവോ അവിടെ എല്ലാം അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഈശോയോട് ചേർന്ന് നിന്നവർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്വർഗം കടന്നു വരുന്ന സ്ഥലം സ്വർഗമായി മാറും. ഈശോയിലേക്ക് നോക്ക്. ഈശോ നമ്മെ തൊടുന്ന, സ്പർശിക്കുന്ന, സുഖപ്പെടുത്തുന്ന സമയമാവട്ടെ.
സാമുവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകത്തില് 6-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു, ദാവീദും ജനവും ചേർന്ന് വാഗ്ദാന പേടകത്തെ, ദൈവിക സാന്നിധ്യത്തെ സ്വീകരിച്ചു. ഒരു ശിശുവിനെ പോലെ ദാവീദ് തുള്ളിച്ചാടി. അതുപോലെ നമുക്കായിരിക്കാം പൊന്നു മക്കളെ. ഈശോയിൽ ആനന്ദിക്കുന്ന സമയം, ഞാൻ ലാസറിനെ പോലെ ദരിദ്രനായി, രോഗിയായി, രോഗിണിയായി എൻ്റെ കിടക്കപ്പായയിൽ ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ കിടക്കുന്ന അവസ്ഥയിലായിരിക്കാം. എങ്കിലും എൻ്റെ കർത്താവ് ഒരു സമ്പത്ത് എന്നിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഈശോ തന്നെയാണ്. എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടണം? എനിക്ക് ഈശോയെ, ഈശോയുടെ സ്നേഹത്തെ, കൃപയെ മുഴുവൻ സ്വീകരിക്കണം. എന്നിട്ട് എല്ലാവർക്കും പകുത്തു കൊടുക്കണം. ഈശോയെ ആരാധിക്കുന്ന ഈ സമയം ഈശോയുടെ കൃപ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈശോയുടെ കൃപ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈശോയെ ആരാധിക്കുന്ന എല്ലാ മകനിലേക്കും മകളിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുക. ഈശോയെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതാ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഓബദ് എദോമിന്റെ കുടുംബത്തില് 3 മാസം വാഗ്ദാന പേടകത്തെ വെച്ചപ്പോൾ ആ കുടുംബത്തിലേക്ക് അനുഗ്രഹം ചൊരിഞ്ഞ പൊന്നു തമ്പുരാനെ, ഇപ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അവിടുന്ന് എഴുന്നള്ളണമേ. പ്രാർത്ഥിക്കുന്നു. ഇരുകരം യേശുവിലേക്ക് ഉയർത്തുക, ഇരുകരം യേശുവിലേക്ക് ഉയർത്തുക. എന്റെ പൊന്നു തമ്പുരാനെ, ഞാനൊന്ന് സ്തുതിക്കുന്ന സമയമാണ്. എന്റെ വളർച്ചയിലും എൻ്റെ തളർച്ചയിലും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കും. എൻ്റെ ഈശോയെ ഞാൻ തള്ളി പറയത്തില്ല. ഈശോയോട് ഞാൻ ഒരു പരാതിയും പറയുന്നില്ല. ലാസറിനെ പോലെ തളർന്നു കിടക്കുമ്പോഴും ഞാനതെല്ലാം സ്വീകരിക്കുന്നു. എന്റെ ദരിദ്രമായ അവസ്ഥയെ സ്വീകരിക്കുന്നു. എന്റെ രോഗത്തിന്റെ അവസ്ഥയെ സ്വീകരിക്കുന്നു. ഞാൻ എന്റെ ഈശോയെ സ്വീകരിക്കുന്നു. എന്റെ ഈശോയെ മാത്രം എനിക്ക് മതി. അവിടുത്തെ കൃപ മാത്രം എനിക്ക് മതി. അവിടുത്തെ അനുഗ്രഹം മാത്രം എനിക്ക് മതി. ഈശോയുടെ കൃപ ഒഴുകുന്ന സമയം യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, ബർത്തമീയോസ് വിളിച്ചതുപോലെ, രണ്ടമ്മമാര് വിളിച്ചതുപോലെ യേശുവിന്റെ നാമം വിളിച്ച്, ഈശോയെ, ഈശോയുടെ നാമം വിളിക്കുമ്പോ ആരൊക്കെ കരം ഉയർത്തി പിടിച്ച, കർത്താവിന്റെ സന്നിധിയിലേക്ക് കരം ഉയർത്തി പിടിച്ച, അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിന്റെ നാമം വിളിക്കുന്നു. നാമത്തിന്റെ ശക്തി ഒഴുകട്ടെ, ദിവികാന്റെ ശക്തി ഒഴുകട്ടെ, ദിവികാന്റെ ശക്തി ഒഴുകട്ടെ. യോഹന്നാൻ 6:35 അഭിഷേകം ഒഴുകുന്നു, ഇപ്പോൾ ഒഴുകുന്നു. കർത്താവ് ആരാധിക്കുന്നവരിലേക്ക് അഭിഷേകം ഒഴുകുന്നു. അവിടുത്തെ നാമം വിളിക്കുന്ന മക്കള് ഇപ്പോൾ അഭിഷേകം പ്രാപിക്കട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ, ഈശോ വിടുതൽ പ്രാപിക്കട്ടെ, തിരുമണി കെട്ടുകൾ അഴിയട്ടെ. ഈശോയെ, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ മഹത്വം, ആരാധന, 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 യേശുവേ നന്ദി. ഈശോ, 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 ആരാധന. ഈശോയെ, താങ്ക് യു ലോർഡ്. നമുക്ക് എല്ലാവർക്കും ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കാം, ഇരിക്കാം, ശാന്തമായിട്ടിരിക്കാം, നമ്മുടെയൊക്കെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കാം. ഈശോയിലേക്ക് നോക്കി, ഈശോ ഏറ്റവും ശാന്തമായിട്ട്, ഏറ്റവും സ്നേഹത്തോടുകൂടി, ഏറ്റവും ആഗ്രഹത്തോടുകൂടി, ഏറ്റവും വിശ്വാസത്തോടുകൂടി പൊന്നു തമ്പുരാനെ ഒന്ന് നോക്കാം. ഈശോയെ, എൻ്റെ പൊന്നീശോയെ, എൻ്റെ അടുത്തേക്ക് വരണമേ ഇപ്പോൾ.
എൻ്റെ അടുത്തേക്ക് വരണമേ, എൻ്റെ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് വരണമേ. ഈശോയെ, എൻ്റെ ജീവിതം തളർന്നു പോയിട്ടുണ്ട്, പലപ്പോഴും എൻ്റെ ജീവിതം തകർന്നു പോയിട്ടുണ്ട്. എൻ്റെ പൊന്നു തമ്പുരാനെ, എൻ്റെ ജീവിതത്തിലെ നീയാകുന്ന സമ്പത്ത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല, പരാതി പറഞ്ഞിട്ടുണ്ട്. ഈശോയെ, എൻ്റെ കഴിവില, എൻ്റെ ശക്തിയില, എൻ്റെ സമ്പത്തില ഞാൻ ആശ്രയിച്ചിട്ടുണ്ട് പൊന്നു തമ്പുരാനെ. എൻ്റെ ദൈവത്തെ കൂടാതെ എനിക്ക് ജീവിക്കാമെന്നൊക്കെ ഞാൻ കരുതിപ്പോയിട്ടുണ്ട്. കർത്താവേ, അവിടുന്നിൽ ആശ്രയിക്കാതെ ജീവിച്ച ധനികനെ പോലെ കർത്താവേ, എൻ്റെ ദൈവത്തെ എനിക്ക് വേണ്ട, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഈശോയെ, മാപ്പാക്കണമേ പൊന്നു തമ്പുരാനെ, മാപ്പാക്കണമേ പൊന്നു തമ്പുരാനെ. ഈശോയെ, ഇപ്പോൾ ഞാൻ തീരുമാനമെടുക്കുക, കർത്താവേ, ലാസറിനെ പോലെ അവിടുന്ന് ആശ്രയിക്കുന്ന വ്യക്തിയായിട്ട് ഞാൻ ജീവിക്കും. ഈശോയെ, പരാതി പറയാത്ത ജീവിതം. ഈശോയെ, നീ മാത്രം മതി, നീ മാത്രം മതി, നിന്റെ കൃപ മാത്രം മതി. ഈശോയെ, ദൈവം മാത്രം മതി എനിക്ക്. എന്റെ ഈശോ എന്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടണം? എന്റെ പോനപ്പച്ച ഈശോയെ, അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കണമേ. ഇപ്പോ എല്ലാവരും എന്നെ തള്ളി പറയുമ്പോഴും, ഈശോ എല്ലാവരും എന്നെ അവഗണിക്കുമ്പോഴും, എന്റെ പൊന്നു തമ്പുരാനെ, നീ മാത്രം മതി. ഈശോയെ, ഈശോയെ, അവിടുത്തെ കൃപ മാത്രം മതി. ഈശോയെ, ഈശോയെ, അവിടുത്തെ കൃപ സ്വീകരിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതെല്ലാം എടുത്തു മാറ്റണം. ഈശോയെ, ഈശോയെ പ്രാർത്ഥിക്കുന്നു, ഈശോയെ പ്രാർത്ഥിക്കുന്നു, തടസ്സങ്ങളെല്ലാം എടുത്തു മാറ്റണം. ഈശോയെ, ഈശോയെ, എനിക്ക് കർത്താവേ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, വചനം വായിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ, എന്റെ സമയമാകുന്ന സമ്പത്ത് മറ്റുള്ളവർക്ക് കൊടുക്കണം. ഈശോയെ, സ്നേഹത്തോടുകൂടി സംസാരിക്കണം. ഈശോയെ, എന്റെ അരികിൽ കിടക്കുന്ന അരികത്തുള്ളവനെ കർത്താവേ, എനിക്ക് സ്നേഹം കൊടുക്കണം. പൊന്നു തമ്പുരാനെ, ഒരു വാക്ക് പോലും സ്നേഹത്തോടുകൂടി എൻ്റെ വേദനയൊക്കെ ശപിച്ച എൻ്റെ രോഗമെല്ലാം കർത്താവേ സ്വീകരിക്കാൻ സാധിക്കാതെ ദൈവത്തെയും മറ്റുള്ളവരെയും എന്നെ തന്നെയും പഴിച്ച് ജീവിക്കുന്ന വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ട്. പൊന്നു തമ്പുരാനെ, ഇനി അങ്ങനെയല്ല, ഞാൻ തീരുമാനമെടുക്കുന്നു. കർത്താവെ, ഞാൻ സ്നേഹിച്ച് ജീവിക്കും. കർത്താവെ, സ്നേഹത്തിൻ്റെ പ്രഘോഷകനായിട്ട് ഞാൻ മാറും. ഈശോയെ, ഈശോയെ, കർത്താവേ, അവിടുന്ന് പഠിപ്പിക്കുകയാണല്ലോ, മുറിവേറ്റ ക്രിസ്തുവാണ് യഥാർത്ഥ ക്രിസ്തു, മുറിവേറ്റ സഭയാണ് യഥാർത്ഥ സഭ, മുറിവേറ്റ ക്രിസ്ത്യാനിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. കർത്താവേ, എത്ര മുറിവേറ്റാലും, എത്ര മുറിവുകൾ സ്വീകരിച്ചാലും, എത്ര തളർന്നാലും എൻ്റെ ഈശോ എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ ആർക്കും ഒരു മുറിവും കൊടുക്കില്ല. ഈശോയെ അറിഞ്ഞ വ്യക്തി ഈശോയെ അറിയിക്കും. ഈശോയെ സ്വീകരിച്ച വ്യക്തി ഈശോയെ കൊടുക്കും. ഈശോയെ അനുഭവിച്ച വ്യക്തി ഈശോയെ അനുഭവവേദ്യമാക്കും. ഈശോയെ, അവിടുത്തെ സാക്ഷിയായി ജീവിക്കണം. അവിടുത്തെ കൃപയുടെ സാക്ഷിയായി എനിക്ക് ജീവിക്കണം. ഈ ആരാധനയുടെ സമയത്ത് ഈശോയെ, എന്നെ തന്നെ സ്വർഗമാക്കി മാറ്റണമേ. ആൾത്തെ ക്രിസ്തു മറ്റൊരു ക്രിസ്തുവാക്കി എന്നെ മാറ്റണമേ, മറ്റൊരു ക്രിസ്തുവാക്കി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എന്നെ കാണുന്നവരാ ക്രിസ്തുവിനെ കാണട്ടെ, മറ്റുള്ളവർ ക്രിസ്തുവിനെ ദർശിക്കുവാൻ എനിക്ക് സാധ്യമാവണം. ഈശോയെ പ്രാർത്ഥിക്കുന്നു, കൃപ നിറയ്ക്കണം. ഈശോയെ,
യേശുവേ യേശുവേ യേശുവേ. So thank you Lord. യേശു മാത്രം മതി. യേശുവിലേക്ക് നോക്കി. യേശു മാത്രം മതി. യേശു മാത്രം മതി എനിക്ക്. ചേർന്ന് പാടി. യേശു മാത്രം മതി. യേശു മാത്രം മതി. യേശു മാത്രം മതി എനിക്ക്. യേശുവിലേക്ക് മാത്രം നോക്കി. യേശു മാത്രം മതി. യേശു മാത്രം മതി. യേശു മാത്രം മതി എനിക്ക്. ആഗ്രഹത്തോടുകൂടി ആ സ്നേഹം മതി. ആ സ്നേഹം മതി. ആ സ്നേഹം മതി എനിക്ക്. യേശു നീ യേശു നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. യേശു നീ യേശു നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. അവിടുത്തെ കൃപ ഒഴുകുന്ന സമയം, ഈശോയുടെ കൃപ ഒഴുകുന്ന സമയം. ഒരിക്കൽ കൂടി ഈശോ എന്ന് സ്തുതിക്കുന്നു. യേശുവേ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഈ മക്കൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന തിന്മയുടെ കെട്ടുകൾ അഴിയാൻ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഈ ശുശ്രൂഷയുടെ സമയത്ത് ആരൊക്കെ കർത്താവേ ആരാധനയിൽ പങ്കെടുക്കുന്നുവോ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുവോ, അവരിലേക്ക് വിടുതലിന്റെ വലിയൊരു ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നുമക്കളെ, എല്ലാ മക്കളും ഒന്ന് മുട്ടിന്മേലായിരിക്കുന്നു. എല്ലാ മക്കളും മുട്ടിന്മേലായിരിക്കുന്നു. കർത്താവിന്റെ വിടുതൽ സ്വീകരിക്കുന്ന സമയമാ. എല്ലാ മക്കളും കർത്താവിന്റെ വിടുതൽ സൗഖ്യം സ്വീകരിക്കുന്ന സമയമാ. യേശുവിലേക്ക് നോക്കുക. കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് യേശുവിലേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമം വിളിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാ. നിന്റെ നിയോഗങ്ങളൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാ. കർത്താവ് തിന്മയുടെ കെട്ടുകൾ അഴിക്കുന്ന സമയമാ. പൈശാചിക നാരകീയ ശക്തികൾ, അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടുന്ന, ബഹിഷ്കരിക്കപ്പെടുന്ന സമയമാണിത്. ശുദ്ധീകരിക്കുന്ന സമയം, വിശുദ്ധീകരിക്കുന്ന സമയം, കർത്താവിന്റെ തിരുരക്തം ഒഴുകുന്ന സമയം. യോഹന്നാൻ 19:34 ഇപ്പോൾ കർത്താവിന്റെ തിരുരക്തം ഒഴുകുന്ന സമയം.
തമ്പുരാനെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ സ്നേഹം സ്വീകരിക്കുവാൻ, അനുഗ്രഹം സ്വീകരിക്കുവാൻ, സൗഖ്യം സ്വീകരിക്കുവാൻ, വിടുതൽ സ്വീകരിക്കുവാൻ ഈ മക്കളുടെ ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്ന തിന്മയുടെ കെട്ടുകൾ യേശുനാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ, ബഹിഷ്കരിക്കപ്പെടട്ടെ. ജീസസ്. അത്ഭുതമായ വിടുതൽ, തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ, തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. 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 ഈശോയേ, മരണത്തെ ജയിച്ചവനേ. ഈശോയേ, മരണത്തെ ജയിച്ചവനേ. കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. ബന്ധന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ യേശുവിലേക്ക് ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, എല്ലാ മക്കളും ഒന്ന് കർത്താവിനെ ഒന്ന് നോക്കിയിട്ട് സ്തുതിക്കുവാൻ പോകുന്ന സമയമാണ്. ശക്തമായിട്ട് ഇപ്പോൾ സ്തുതി ഉയരും. ഈ സ്തുതിയുടെ സമയത്ത് കർത്താവ് തന്നെ ഈ ശുശ്രൂഷ നടത്തുന്നു. കർത്താവ് തന്നെ സൗഖ്യം നൽകും. കർത്താവ് തന്നെ വിടുതൽ നൽകും. എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തി യേശുവിലേക്ക് ഉയർത്തി ഒറ്റവനെ യേശുവേ എന്ന് വിളിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സകല ദുർമരണങ്ങളും കൽപ്പിക്കുന്നു. വിട്ടുപോകുക. യേശുവേ, യേശുവിന്റെ നാമത്തിൽ. യേശുവേ, 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 യേശുവേ. കർത്താവേ, തലമുറകളിലൂടെ നടന്നു വന്നിട്ടുള്ള പാപബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ ഇപ്പോൾ. കുടുംബ പ്രശ്നത്തിലൂടെ നടന്നു വന്നിട്ടുള്ള തിന്മകൾ അഴിയട്ടെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ. ആരാധന, പൈശാചിക ബാധകള്, ശല്യങ്ങള്, കുടുംബങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ വിട്ടേക്കുന്നവട്ടെ, നിർവീര്യമാവട്ടെ. യേശുവിന്റെ കുരിശിന് വേണ്ടി പതിക്കട്ടെ ഇപ്പോൾ. ആരാധന, 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 ആരാധന.
യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് പ്രാർത്ഥിക്കുന്നു, കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് ഏതെങ്കിലും രീതിയിൽ തിന്മയുടെ സ്വാധീനങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ യേശു ഇപ്പൊ വിടുവിപ്പിക്കുന്ന സമയമാണ്. ഈശോ ഇപ്പൊ വിടുവിപ്പിക്കുന്ന സമയമാണ്. ഈശോ തലമുറകളിലൂടെ കടന്നു വന്നിട്ടുള്ള പാപത്തിന്റെ ബന്ധനങ്ങൾ വിടുവിപ്പിക്കുന്ന സമയം. പൈശാചിക ബാധകള്, ശല്യങ്ങൾ, പ്രവർത്തനങ്ങൾ വിട്ടകന്നു പോകുന്ന സമയം ഇപ്പോ. പ്രാർത്ഥനയോട് വിരക്തിയുള്ള മക്കള്, സ്തുതിക്കാൻ സാധിക്കാത്ത മക്കള് ഒന്ന് പ്രാർത്ഥിച്ചേ. ഇപ്പോൾ യേശുവിലേക്ക് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. ഇതാ വിശുദ്ധരായിട്ട് ജീവിക്കാൻ സാധിക്കാത്ത മക്കള് ഒന്ന് യേശുവിന്റെ നാമം ഒന്ന് വിളിച്ചേ. കൂദാശകളോട് ചേർന്ന് നിൽക്കാൻ സാധിക്കാത്ത മക്കള്, കുമ്പസാരിക്കാൻ സാധിക്കാത്ത മക്കള്, കുർബാന സ്വീകരിക്കാൻ സാധിക്കാത്ത മക്കള്, ഈശോയെ അവിടുത്തെ നാമം വിളിക്കുന്നുണ്ട്. ഇപ്പോ തിന്മയുടെ കെട്ടുകൾ കൊണ്ടട്ടെ. ഈശോ, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. വലിയ കൃപ ഒരുങ്ങുന്നു, വലിയ കൃപ ഒരുങ്ങുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവേ ജപമാല ചൊല്ലാൻ സാധിക്കണില്ല, കർത്താവേ വചനം വായിക്കാൻ സാധിക്കണില്ല, കർത്താവേ നല്ല വിശുദ്ധമായ പുസ്തകങ്ങളൊന്നും വായിക്കാൻ സാധിക്കണില്ല. തിന്മയുടെ കെട്ടുകളുണ്ട് കർത്താവേ, വിശുദ്ധമായ ചിന്തകൾ പോലുമില്ല, അശുദ്ധി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. കർത്താവേ വിടുവിപ്പിക്കണം ഇപ്പോ, തിന്മയുടെ കെട്ടുകൾ ഇപ്പോൾ കഴിയട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേന്ന് വിളിച്ച് അവിടുത്തെ നാമത്തിന്റെ ശക്തിയാൽ ഫിലിപ്പി 2:8 അധികാരത്തില് ഈ വർഷത്തെ കടന്നുകൊണ്ടുള്ള സകല പാപബന്ധനങ്ങളെ വീട്ടിലിപ്പിക്കുന്നു. കാട്ടിപ്പായിക്കുന്നു, നിർവീര്യമാക്കുന്നു. ആരാധന, ആരാധന, ആരാധന. ഈശോയുടെ കൃപ ഒരുകട്ടെ. ഈശോയെ തമ്പുരാനെ, കർത്താവേ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളുണ്ട്. ഈശോയെ ഇപ്പോഴും കർത്താവേ പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയാത്ത മക്കള്, കർത്താവേ ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു വരുവാൻ സാധിക്കാത്ത മക്കള്, കരുണ ഇല്ലാത്ത മക്കള്, സ്നേഹം കുടുംബത്തിൽ ഇല്ലാത്ത മക്കള്, ഭിന്നതയുള്ള മക്കള്, കുടുംബം തകർന്നു പോയ മക്കള്, കർത്താവേ രോഗത്തിൽ പെട്ടുപോയ മക്കള് ഈശോയെ ഇപ്പൊ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ കുടുംബങ്ങളിൽ നിന്ന് ഇപ്പൊ പ്രാർത്ഥിക്കുന്നുണ്ട്. വിടുതൽ കൊടുക്കണം ഈശോയെ. ഈശോയെ ഇപ്പോ തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ ഈശോയെ. യേശുവേ ആരാധന. സൗഖ്യം കൊടുക്കണമേ. മത്തായി 8:4 എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. ഈശോയെ ആരാധന, 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 ആരാധന. യേശുവേ തമ്പുരാനെ വചനത്തിന്റെ ശക്തി കടന്നു ചെല്ലട്ടെ. റോമ 9:6 ശക്തി ഇപ്പൊ കടന്നു ചെല്ലട്ടെ. സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധന, 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 ആരാധന. അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. തമ്പുരാനെ മക്കള് പ്രാർത്ഥിക്കുന്നു. ടിവിയിലൂടെ, കമ്പ്യൂട്ടറിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെ കർത്താവേ തിന്മ കടന്നു വന്ന മക്കള് ഇപ്പൊ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ കെട്ടുകള്, അശുദ്ധിയുടെ കെട്ടുകള് യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ നിർവീര്യമാവട്ടെ. ആരാധന, 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 ആരാധന. കർത്താവേ സത്യക്രിസ്ത്യാനികളായിട്ട് ജീവിച്ചതാ, എന്നാൽ മന്ത്രവാദത്തിന്റെയും കൂടോത്രത്തിന്റെയും ആഭിചാരത്തിന്റെയും ദുഷ്ടകർമ്മങ്ങളുടെയും സ്വാധീനം ഇപ്പോ കുടുംബത്തിൽ, തലമുറയിൽ, മക്കളിൽ കർത്താവേ വ്യാപിച്ചിരിക്കുന്നു. വിട്ടുവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഇപ്പോ നിർവീര്യമാക്കണമേ. പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ ഇപ്പോ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോ വിടുതൽ നൽകുന്നു, വിശുദ്ധീകരിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു. ഈശോ വിശുദ്ധീകരിക്കുന്നു. കരങ്ങൾ യേശുവിലേക്ക് ഉയർത്തി പിടിച്ചു ഒരിക്കൽ കൂടി യേശുവേ എന്ന് വിളിക്കുന്നു. യേശുവേ, സൗഖ്യത്തിന്റെ ശക്തി, വിടുതലിന്റെ ശക്തി ഈശോ ചൊരിയുന്നു ഇപ്പോൾ. യേശുവിന്റെ ശക്തമായ നാമത്തിൽ, പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ, കത്തോലിക്ക സഭയോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധ ബെനഡിക്റ്റോട് ചേർന്ന്, വിശുദ്ധ മിഖായേലിനോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന്, മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് തിന്മയുടെ സ്വാധീനങ്ങളെ വിടുവിപ്പിക്കുന്നു.
ആരാധന. യേശുവിനാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. പ്രിയപ്പെട്ട മക്കളെ, നമ്മെ സൗഖ്യപ്പെടുത്തിയ വിടുതൽ നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗീയ അനുഭവത്തിലേക്ക് നയിച്ച, ആനന്ദം കൊണ്ട് നിറച്ച, വചനത്തിന്റെ അഭിഷേകം കൊണ്ട് നിറച്ച ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവിന്റെ ആശീർവാദം ഒന്ന് സ്വീകരിക്കാം. എല്ലാ മക്കളും ഒരിക്കൽ കൂടി കരങ്ങളൊന്ന് ഉയർത്തി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ച ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയുടെ അഭിഷേകം സ്വീകരിക്കുന്നു. ആരാധന. ഓ ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ ആരാധന. സ്തുതിയുടെ അഭിഷേകം ഈശോയെ. നീ മാത്രമെൻ സഹായം. ഈശോയെ നീ മാത്രമെൻ സഹായം. യേശുവേ എൻ യേശുവേ നീ മാത്രമെൻ സഹായം. യേശുവേ എൻ യേശുവേ നീ മാത്രമെൻ സഹായം. നീ മാത്രമെൻ സഹായം. പ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും